അമേധ്യവും പ്ലാസ്റ്റിക്കും അടക്കം കാലങ്ങളുടെ മാലിന്യങ്ങൾ അഴുക്കിന്റെ കരിമ്പാറ കെട്ടി ഇരുട്ടറകളിൽ ജീവന് വേണ്ടിയുള്ള തെരച്ചിൽ മണിക്കൂറുകൾ വൈകുമ്പോൾ നമ്മുടെ തലച്ചോറുകൾ അപായം പറഞ്ഞതാണെങ്കിലും അവസാന നിമിഷം വരെ കിട്ടിയൊരു വൈക്കോൽ തുരുമ്പിൽ പിടിച്ചു നിൽക്കുന്നുണ്ടാകണം ജോയി എന്ന പ്രത്യാശാഭരിത പ്രതീക്ഷകൾ അസ്തമിച്ചൊരു സങ്കട തിങ്കളാണ്. മനുഷ്യവിസർജ്ജമടക്കം നുരക്കുന്ന ആ കറുത്ത തോട്ടിലേക്ക് ഒരു തോട്ടിപ്പണി കണക്കെ ഒരു സുരക്ഷയുമില്ലാതെ ഈ കഴിവുകെട്ട സിസ്റ്റം അഴുക്കിലേക്ക് ഇറക്കിവിട്ട് മൂന്നാം പക്കം അഴുക്കിൽ തന്നെ ചീർത്തുമലച്ച് കിടന്ന ഒരു ഗതികെട്ട മനുഷ്യന്റെ ആ കാഴ്ചയുണ്ടല്ലോ, അത് മനുഷ്യരായി പിറന്നവർക്ക് എക്കാലത്തേക്കും നീറ്റലാണ്, മറക്കാവതല്ല. അത് മറക്കാതെ പറയണം, ഭരണകൂടമേ നിങ്ങൾ കൊന്നതാണ്. ആ വേദനകളില്ലാത്ത അഴുക്കില്ലാത്തൊരു ലോകത്തേക്ക് വെള്ളത്തുണിയിൽ പുതച്ച് മാരായമുട്ടത്തേക്ക് അവസാന യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കനപ്പെടുന്നുണ്ട്. ആ കൊലക്കുത്തരവാദിത്തം ഞങ്ങളല്ല എന്ന് സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുടെ നാണം കെട്ട വ്യഗ്രത. ആ രാഷ്ട്രീയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നീക്കം ആ പഴിയത്രയും റെയിൽവേയുടെ മണ്ടക്കടിക്കാനാണ്. ശരിയാണ്, ആ 200 മീറ്റർ പരിധി, ആ കരാറും കൊടുത്തൊരു പാമ്പിടിച്ചവന് ഒരു സുരക്ഷാ മാസ്ക് പോലും കൊടുക്കാതെ ഇറക്കിവിട്ടതിന്റെ ശേഷവും അങ്ങേയറ്റം ഇറസ്പോൺസിബിൾ പ്രതികരണങ്ങൾ നടത്തിയ റെയിൽവേ പാതകം ചെയ്തു, തർക്കമില്ല. പക്ഷേ 200 മീറ്ററിന്റെ പേരിൽ 12 കിലോമീറ്റർ നഗരമധ്യത്തിലൂടെ മലമൂത്രങ്ങളുമായി അഴുകിപ്പുഴുത്ത് വർഷങ്ങളായുള്ള ഒഴുക്കിന്റെ സർക്കാർ സംവിധാനം കഴിവുകെട്ടതിന്റെ പാപഭാരം റെയിൽവേയുടെ തലയ്ക്ക് വെക്കല്ലേ രാജേഷേ. ആ ടൺ കണക്കിന് മാലിന്യങ്ങൾ ശൂന്യാകാശത്ത് നിന്ന് പൊട്ടിവീണതല്ലെന്നാണ് പൗരാവലിക്കുള്ള മന്ത്രിവക പഴി. ഇന്ന് കോടതി ചോദിക്കലാണ്. ഈ നഗരത്തിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സർക്കാരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോക്ക്? ആകാശത്തേക്ക് നോക്കി ശേഖരണ കോൺട്രാക്ടർമാരുടെ തലക്കങ്ങ് വെച്ച് സർക്കാർ കോടതിയിൽ ബബ്ബബ്ബ. അനന്തകാലത്തേക്ക് ആ മുടിഞ്ഞ പ്രശ്നത്തിന് പരിഹാരമായ ഒരു ഓപ്പറേഷൻ അനന്തയ്ക്ക് അള്ളുവെച്ചത് റെയിൽവേ ആക്ട് എന്നാണ് അടുത്ത പഴി. പച്ചക്കള്ളമാണ്. സാധുക്കളെയൊക്കെ ഒഴിപ്പിച്ച ഒഴിപ്പിക്കലിന്റെ ബുൾഡോസർ പ്രമാണിത്തമ്പ്രാക്കളുടെ വീട്ടുപടിക്കൽ മുട്ടിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടതാണ്. അവിശുദ്ധ ബാന്ധവങ്ങളിൽ ചത്തുപോയി തെക്കോട്ടേക്ക് എടുത്തതാണ് അനന്ത. 6 മാസത്തിനകം മലമറിക്കുമെന്നാണ് പ്രഖ്യാപനം. 6 മാസങ്ങൾ പലതു കേട്ടതാണെങ്കിലും ആ പ്രഖ്യാപനത്തിന്റെ വില ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ ജോയി മരിച്ചത് വൈറൽ പനി പിടിച്ചല്ല മന്ത്രി സാറേ, അഴുക്കിലൊന്ന് തലപൊക്കി നീന്താൻ പറ്റാതെ ശ്വാസം പിടഞ്ഞ് അഴുക്ക് വെള്ളം കുടിച്ച് മരിച്ചതാണ്. അങ്ങനെ കിടത്തിക്കളയുന്ന ഡെങ്കിപ്പനി, എലിപ്പനി, മസ്തിഷ്കജ്വരം, മഞ്ഞപ്പനി, മലമ്പനി, കരിമ്പനി, കാട്ടുതീ പോലെയാണ് മഹാവ്യാധി പടർച്ചകളിൽ. മാലിന്യ കൂമ്പാരങ്ങളിൽ നാട് മുടിയുമ്പോൾ ആ സഭയിൽ കേട്ട ഇടതുവിരുദ്ധ പ്രകീർത്തനം പോലെ ആടിയുലയുന്ന ഈ കപ്പലിനൊരു കപ്പിത്താനുമില്ല സാർ. അരാജകത്വമാണ് സാർ, അനാർക്കി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും, ഓരോ വ്യക്തിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. എവിടെ ഉണ്ടായാലും അതിൽ ഓരോ വ്യക്തിക്കും കുറ്റബോധത്തിന് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. യോഗത്തിന് അവരെ വിളിച്ചു. പക്ഷെ ഉണ്ടായ അനുഭവം എന്താ? 2 DRMമാരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം 2 ജൂനിയർ ഓഫീസർമാരെ പി കെ പ്രശാന്ത്, എം എൽ എ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ യുവരാജ് ഗോകുൽ, ധന്യാരാമൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം എം എൽ എയിലേക്ക് പോകാൻ കരുതി എം എൽ എ എത്തിയിട്ടില്ല. ജ്യോതികുമാർ ചാമക്കാലിലേക്ക് പോകാൻ കഴിയുമോ എന്ന് അറിയില്ല. പോട്ടെ. ശിവരാജ് ഗോകുൽ, ഇവിടെ ഇന്ന് ഈ വിഷയം കോടതി പരിഗണിക്കുന്നുണ്ട് കേട്ടോ. കോടതി പറയുന്നുണ്ട് ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ മാലിന്യ നീക്കത്തിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്ന് കൃത്യമായി കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഇനിയും കൈകഴി നിൽക്കാൻ റെയിൽവേക്കും കേന്ദ്രത്തിനും കഴിയുമോ? ശരിയാണ്, 117 മീറ്ററേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മാലിന്യം റെയിൽവേയുടെ ഉത്തരവാദിത്വമല്ല. പക്ഷേ ഈ സ്പെസിഫിക് സംഭവത്തിൽ ഈ പറഞ്ഞ ജോയി എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യന്റെ മരണത്തിൽ റെയിൽവേക്ക് കൈകഴുകാൻ പറ്റില്ല. യുവരാജ്, ഹാഷ്മി, ആരാണ് ഇവിടെ കൈകഴുകാൻ ശ്രമിക്കുന്നത്? ആർക്കും കൈകഴുകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യന് സാധ്യമാകുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു മരണമാണ് ജോയ് എന്ന് പറയുന്ന ആ പാവത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ഇത്രയും ദിവസങ്ങളോളം അഴുക്ക് ചാലി കിടക്കുക, വെള്ളം കുടിക്കുക,
ആ ദുർഗന്ധം ശ്വസിച്ച് മരിക്കേണ്ടി വരിക, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും ഹൈക്കോടതി അങ്ങനെ ഒരു നിരീക്ഷണം പറഞ്ഞു കഴിയുമ്പോൾ ഹൈക്കോടതിയെ കയറി വിമർശിക്കുവാനോ ഹൈക്കോടതിക്കെതിരെ പറയുന്നതിനകത്തോ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീ എം പി രാജേഷിന്റെ പത്രസമ്മേളനം ഞാൻ കാണുകയായിരുന്നു. ഇതിനകത്ത് രാഷ്ട്രീയ ആവശ്യമില്ലാതെ വലിച്ചിടരുതെന്ന് അദ്ദേഹം പറയുകയും പിന്നീട് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം തന്നെ ചില തെറ്റുകൾ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015-ലും 2018-ലും 2022-ലും ഒക്കെ നഗരസഭ മുൻകൈ എടുത്ത് തന്നെ റെയിൽവേയോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം നഗരസഭ തന്നെ കോർപ്പറേഷൻ റെയിൽവേയുടെ ആ ഭൂമി ഇരിക്കുന്ന ആ ഭാഗം ക്ലീൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നഗരസഭയ്ക്ക് അത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെയിൽവേയുടെ അധികൃതരോട് കോടതി പറയുന്നുണ്ട് റെയിൽവേ അധീനതയിലെ സ്ഥലത്ത് മാലിന്യ നീക്കത്തിന്റെ ഉത്തരവാദിത്തം റെയിൽവേക്കാണ്, അത് ചെയ്തില്ല. അത് ചെയ്യാൻ പോയവർക്കെതിരെ നേരത്തെ കേസെടുത്ത കാര്യം പറയുന്നു വി.കെ. പ്രശാന്ത് അടക്കമുള്ളവർ. എന്താണ് പോട്ടെ, ഈ കൊടുത്തൊരു കരാറുകാരൻ ഒരു മനുഷ്യനെ അഴുക്കിലേക്ക് ഇറക്കി വിട്ടു, സർക്കാരിന് നേരെ കൈ ചൂണ്ടുന്ന റെയിൽവേക്കും കേന്ദ്രത്തിനും ആ രക്തത്തിൽ പങ്കില്ലെന്ന് കൈ കഴുകാമോ? ഞാൻ ആവർത്തിക്കുന്നു യുവരാജ് ഗോകുൽ. ഹാഷ്മി, റെയിൽവേ കുറച്ചുകൂടിയും അത്തരം കാര്യങ്ങൾ ഇദ്ദേഹം സുരക്ഷയോടുകൂടി തന്നെയാണോ ഇറങ്ങിപ്പോകുന്നത്, മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ. അതങ്ങനെ അല്ല എന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് തന്നെ ആയിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നതും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ തന്നെ 12 കിലോമീറ്ററാണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ആമയിഴഞ്ചാൻ തോടിൽ നമ്മുടെ പാളയം മാർക്കറ്റ് മുതൽ അവിടെ ഇപ്പം ഞാൻ ഓരോ സ്ഥലങ്ങളായിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല. ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് തന്നെ ഓരോ മേഖലയിൽ എന്താണ് നടക്കുന്നത്, ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഇത് വരുന്നതെന്ന് അറിയാൻ കഴിയും. ഇത്രയും ഒഴുകി വരുന്ന ഈ വേസ്റ്റ് മുഴുവനും ഇത് വഴിയാണ് ഒഴുകുന്നതെന്നാണ്. റെയിൽവേയുടെ ആ ഭൂമിയുടെ അടിയിലൂടെ 200 മീറ്ററിലാണ് ഒഴുകുന്നതെന്നാണ്. അപ്പോൾ ഈ നഗരത്തിലെ മുഴുവൻ വേസ്റ്റുകളും വന്നടിയുന്നത് നീക്കിക്കൊണ്ടിരിക്കലാണോ റെയിൽവേയുടെ പണി എന്ന് എനിക്ക് മനസ്സിലാവില്ല. റെയിൽവേയുടെ പണി എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുക, ട്രെയിൻ സർവീസ് നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ തിരുവനന്തപുരം നഗരത്തിലെ വരുന്ന മുഴുവൻ അഴുക്കുകളും ഈ 200 മീറ്ററിന്റെ അടിയിലൂടെ ഒഴുകുന്നു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ റെയിൽവേ വൃത്തിയാക്കി. പിന്നെ നഗരസഭയ്ക്ക് ഇവിടെ എന്താന്നേ പണി? നഗരസഭ എന്തിനാണ് ഇവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നത്? നഗരസഭ എന്തിനാണ് ഇവിടുന്ന് ശുചീകരണം എന്ന് പറഞ്ഞിട്ട് പൈസ ഗ്രാന്റ് മേടിക്കുന്നത്? നമുക്ക് ചോദിക്കാം. ശ്രീ വി.കെ. പ്രശാന്ത് എം.എൽ.എ ഇന്ന് കോടതി വിഷയം പരിഗണിച്ചു. നമ്മൾ ഇതുവരെ കേൾക്കുന്ന പോലെ പരസ്പരം പഴിചാരി സർക്കാരും റെയിൽവേയും. ഒരു സമയം കഴിയുമ്പോൾ കോടതി പറഞ്ഞു നിർത്തൂ, സ്റ്റോപ്പ് ദ ബ്ലെയിം ഗെയിം. ശ്രീ വി.കെ. പ്രശാന്ത് ഈ സ്പെസിഫിക് പ്രശ്നത്തിന്റെ പേരിൽ ആമയിഴഞ്ചാൻ തോടിന്റെ പ്രശ്നം അത്രയും റെയിൽവേയുടെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമായിരുന്നില്ലേ ഇന്ന് മന്ത്രി എം പി രാജേഷ് നടത്തിയത്? അത് ശരിയാണോ ശ്രീ വി.കെ. പ്രശാന്ത്? അല്ല, മാലിന്യ സംസ്കരണം എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതിൽ റെയിൽവേക്കും പങ്കുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾക്കും പങ്കുണ്ട്, ഓരോ മനുഷ്യർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആർക്കതിൽ മാറിയിക്കാൻ വേണ്ടി കഴിയുക? ഇപ്പം നഗരസഭയെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി വരികയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എം പി രാജേഷ് ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. റെയിൽവേയുടെ പണി മാലിന്യം നീക്കലല്ല, ട്രെയിൻ ഓട്ടിക്കലാണെന്നൊരു സുഹൃത്ത് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ കേട്ടു. റെയിൽവേയുടെ തുടർച്ചയായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്ത് മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടി പരാമർശമുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ പരിശോധനയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ദ്രവ മാലിന്യ സംസ്കരണ പരിപാലനത്തിന് കൃത്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത് നഗരസഭയുടെ മാത്രമാണ് ഉത്തരവാദിത്വമെങ്കിൽ NGTയും മറ്റ് സ്ഥാപനങ്ങളും ഈ നിലയിൽ പറയില്ലല്ലോ. അപ്പോൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്ററായ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങൾ സ്വയം ഈ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം. അവിടുത്തെ വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ നഗരസഭയുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമൊന്നുമില്ല. നഗരസഭയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും പരമാധികാരമൊന്നും നൽകിയിട്ടില്ല. ഞാൻ മേയറായിരിക്കുന്ന സമയത്തും ഈ റെയിൽവേയുടെ ഭാഗത്ത് പണി ചെയ്യുന്നതിന് അനുവാദം തരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ച് വലിയ കത്തിടപാടുകളും മറ്റുമൊക്കെ നടത്തിയതിനു ശേഷമാണ് അവസാനം അനുവാദം തരാൻ വേണ്ടി തയ്യാറായത്. ഇവിടെയും തിരുവനന്തപുരം നഗരസഭ റെയിൽവേക്ക് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പണി നേരിട്ട് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർ തന്നെ പണി ചെയ്യുമ്പോൾ ശരിയാണ്. കോർപ്പറേഷൻ കത്ത് കൊടുത്തു, കാര്യങ്ങൾ ചെയ്തു, ഈ പറയുന്ന റെയിൽവേ നിസ്സംഗമായി പെരുമാറി, സമ്മതിക്കുന്നു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് റെയിൽവേയുടെ പിഴവ് തന്നെയാണ്. പക്ഷേ ശ്രീ വി.കെ. പ്രശാന്ത് എന്ന് പറഞ്ഞ് എത്ര 12 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന ഈ പറയുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ എത്ര ഭാഗമാണ് റെയിൽവേയുടെ പക്കലുള്ളത്? പരമാവധി 200 മീറ്റർ അല്ലേ? ആ 200 മീറ്ററിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എത്ര വർഷങ്ങളായി അട്ടിയടിക്ക് ഒഴുകുന്ന വേസ്റ്റ് ആണെന്നേ ആ വേസ്റ്റ്.
ആ വേസ്റ്റ് മാറ്റാത്തതിന് ഉത്തരവാദിത്വം റെയിൽവേക്ക് കൊടുക്കാൻ പറ്റുമോ വി കെ പ്രശാന്ത്? ഹലോ കേൾക്കാം. അതല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നഗരസഭ ഇത് മാറ്റാറുണ്ട്. നമുക്ക് സംഭവിക്കുന്നത് എന്താ, ഈ നഗരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ഈ നഗരത്തിനകത്ത് നിരവധി പ്രദേശങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകൾ മാറ്റി ഈ തോട്ടിലേക്ക് ഇടുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിൽ കണ്ടുവരാറുള്ളത്. ഞാൻ എവിടെയൊക്കെയാണ് സ്ഥലമെന്നൊന്നും ഞാൻ കൃത്യമായി പറയുന്നില്ല, എനിക്ക് ഇതിനെ സംബന്ധിച്ച നല്ല ബോധ്യമുണ്ട്. അപ്പൊ അത്തരമൊരു സ്ഥിതി നഗരത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വലിയ പരിശ്രമം ഗവൺമെന്റും നഗരസഭയും ഒക്കെ നടത്തിയതാണ്. അല്ല, അവരുടെ കൈക്ക് പിടിക്കേണ്ടത് ആരാണ്? ഇപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇന്ന് കോടതി ചോദിക്കുന്നു, നിങ്ങൾ ഇവിടുന്ന് ശേഖരിച്ചു പോകുന്നത് മാലിന്യം എവിടെ കൊണ്ട് കളയുന്നു? സർക്കാർ പറയുന്നു അത് കരാറുകാരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ കരാറുകാർ എവിടെ കൊണ്ട് നോക്കും നിങ്ങൾക്ക് അറിയാവോ? സർക്കാരിന് അറിയില്ല ശ്രീ വി കെ പ്രശാന്ത്. ഇപ്പൊ ഇന്ന് മന്ത്രി എം പി രാജേഷോട് ചോദിക്കുമ്പോൾ ഈ ഫുഡ് വേസ്റ്റുകൾ പന്നി ഫാമിലേക്ക് കൊണ്ടുപോകാൻ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി പന്നികൾ തിരുവനന്തപുരത്തുണ്ടോ ശ്രീ വി കെ പ്രശാന്ത്? അല്ല, അതിന് മാത്രമുള്ള പന്നികൾ തിരുവനന്തപുരത്തില്ല എന്ന് മാത്രമല്ല, ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പന്നികൾക്ക് കൊടുക്കാനും കഴിയില്ല. കാരണം അതൊരു ആഹാര സാധനം എന്ന നിലയ്ക്ക് അതിനെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. പന്നികൾക്കുള്ള ആഹാരമായിട്ട് അതിനെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? തിരുവനന്തപുരത്ത് ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വിളപ്പിശാലയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അനുവദിക്കാത്ത സ്ഥിതിയുണ്ട്. ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് പെരിങ്ങമലയിൽ ഏതാണ്ട് 35 ഏക്കർ സ്ഥലം കണ്ടെത്തി അവിടെ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ കാണുന്നത്? അവിടെ നിന്നും പട്ടിണി ജാഥയും സംഘടജാഥയും പ്രതിഷേധ ജാഥയും ഒക്കെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരമൊരു സ്ഥിതി തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അത് ജനങ്ങളിൽ ഒരു വലിയ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുക. ഞാൻ മേയറായിരിക്കുന്ന സമയത്ത് തന്നെ ഉറവിട മാലിന്യ സംസ്കരണ പരിപാടികൾ, ഗ്രീൻ പ്രോട്ടോകോൾ, സീറോ വേസ്റ്റ് ഉൾപ്പെടെയുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചതാണ്. തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി വീടുകളിൽ ചെന്ന് നമ്മുടെ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നഗരസഭ പരിശ്രമിക്കുന്നത്. ജൈവ മാലിന്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം പറയുന്നുണ്ടെങ്കിലും പല വീട്ടുകാർക്കും അത് ഉപയോഗിക്കാനുള്ള സമയക്കുറവുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്, പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി അവരെ പഠിപ്പിച്ച് ഓരോ വീട്ടുകളിലും ഉണ്ടാകുന്ന മാലിന്യം അവരുടെ ഉത്തരവാദിത്തമാക്കി മാറ്റിക്കൊണ്ട് സംസ്കരിക്കുക എന്ന് പറയുന്ന നയത്തിലേക്കാണ് മാറേണ്ടതെന്ന് കൂടി ഞാൻ അനുബന്ധമായിട്ട് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സോറി, ഇതൊരു ഈ മാസ് വേസ്റ്റിന് ഈ പറഞ്ഞ ഉറവിട മാലിന്യ സംസ്കരണം ഒക്കെ ഒരു കാൽപ്പനികമായ ആശയമാണെന്നാണ് എൻ്റെ വ്യക്തിഗത നിലപാട്. നമുക്ക് അതിലേക്ക് എത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇന്ന് മന്ത്രി എം പി രാജേഷ് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇതിൽ രാഷ്ട്രീയം കളിച്ചു. ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുന്ന സമയത്ത്, ആ തെരച്ചിൽ തുടരുന്ന സമയത്ത് തന്നെ ഒന്ന് കിട്ടിയല്ലോ എന്ന വല്ലാത്ത ആർത്തിയിൽ രാഷ്ട്രീയ നേട്ടത്തോടു കൂടി ചാടി വീണു. കുറച്ച് കഴിഞ്ഞ് പറയാമായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവിന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഹാഷ്മി, ഇവിടെ പ്രതിപക്ഷ നേതാവ് എപ്പോൾ പറയണം, എന്ത് പറയണം എന്നൊന്നും തീരുമാനിക്കേണ്ടത് മന്ത്രിയല്ല. മന്ത്രിക്ക് കുറേ ദിവസമായി പ്രതിപക്ഷ നേതാവിനോട് ചുരുക്കുണ്ട് എന്ന് നമുക്കറിയാം. നിയമസഭയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരായി എന്താ പറയുന്നത്, മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം വല്ലാണ്ട് ഹാലിളകി ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഇവിടെ വസ്തുതകളായി കാണുന്നുമല്ലോ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നുമല്ല ഇന്നലെയുമല്ല, മിനിഞ്ഞാന്ന് രാവിലെ 10:11 മണിക്ക് മുമ്പാണ് ജോയിയെ നമുക്ക് കാണാതാകുന്നത്. ആ ജോയിയെ കാണാതായി. അതുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നമാണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മാലിന്യത്തിൽ ഇറങ്ങി നിന്ന് ഇതിന് വേണ്ട നടപടികൾ നീക്കിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിച്ചേ മതിയാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഈ ജോയി മരിക്കാനിടയായ സാഹചര്യം ഈ സംസ്ഥാനത്തെ, ഈ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് എപ്പോൾ പറയണമെന്ന് നോക്കൂ. 24 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിന്നെ മിണ്ടാതിരിക്കണോ? ഒരു ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷവും അതിൽ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേയും അവിടെ ഏറ്റവും വ്യക്തമായും ഏറ്റവും പ്രകടമായും ഏറ്റവും ആദ്യവും രാഷ്ട്രീയം കളിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തിൻ്റെ മേയർ തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ മേയർ ഈ ജോയിയെ കാണാതായ ആ നിമിഷം മുതൽ റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. അത് രാഷ്ട്രീയമല്ലേ? അല്ല, തിരുവനന്തപുരത്തിന്റെ മേയർ പറയുന്ന രാഷ്ട്രീയം കെ സുധാകരനാവട്ടെ എല്ലാം നഗരസഭയെ പഴിക്കലാണ്. ഇപ്പൊ താങ്കളും ജ്യോതികുമാർ ചാമക്കാല, ഈ വിഷയത്തിൽ റെയിൽവേക്ക് ഒരു കുറ്റവും ഇല്ല എന്നാണോ പ്രതിപക്ഷത്തിന്റെ ഒരു ധാരണ? നോക്കൂ, ഞങ്ങൾ റെയിൽവേ എന്താ പറയുന്നത്, വെള്ളപൂശാനോ കോർപ്പറേഷനെ കുറ്റപ്പെടുത്താനോ
തുടങ്ങി വെച്ചത് ആര്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്കുമില്ല, ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് റെയിൽവേക്ക്, റെയിൽവേയുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ് എന്ന് പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് മേയറാണ്. ആ മേയർ അത് വന്നപ്പോൾ മേയർക്ക് മാത്രമല്ല, കോർപ്പറേഷനും റെയിൽവേക്ക് മാത്രമല്ല കോർപ്പറേഷനും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ പറയുന്നു, നോക്കൂ, റെയിൽവേ ആയാലും, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഇവിടെ റെയിൽവേയുടെ ഭാഗത്ത് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് റെയിൽവേ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. തിരിച്ച് റെയിൽവേ പറയുന്നു ഞങ്ങളുടെ ഭാഗത്ത് 2015-ലും 17-ലും 19-ലും ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന്, അന്നൊരു എതിർപ്പ് ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് പറയുന്നു. രണ്ടാമത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയായി ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന UDF-ന്റെ കാലത്ത് ഇത്തരത്തിലെ വെള്ളപ്പൊക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ റിസൾട്ടും നമ്മൾ കണ്ടതാണ് 2015-ൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഈ LDF സർക്കാർ വന്നതിന് ശേഷം അതിനെതിരെ ഈ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിക്കെതിരായി ഏറ്റവും കൂടുതൽ രംഗത്ത് വന്നിട്ടുള്ളത് എൻക്രോച്ച്മെൻറ്റ് കൈവശമുള്ളവരും അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരും ഒക്കെ ആയിരുന്നു. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ സർക്കാർ ആ പദ്ധതി പാടെ ഉപേക്ഷിച്ചു. ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. ഓപ്പറേഷൻ അനന്ത പാതി വഴിയിൽ ഉപേക്ഷിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ ഈ വിഷയമുണ്ടായി, ജോയിയെ കാണാതായി. ജോയിയെ കാണാതാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന പിന്നെ പാർവതി പുത്തനാറിലേക്ക് ചെന്ന് ചേരുന്ന ആമിഴഞ്ചാൻ തോട്, ഇത് തുടങ്ങുന്നത് ഒബ്സർവേറ്ററിയുടെ അവിടെ നിന്നാണ്, പിന്നെ ഈ പറയുന്ന വാട്ടർ വർക്സിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് തുടങ്ങി ഇങ്ങ് വന്ന് റെയിൽവേയിലേക്ക് കടന്ന്, റെയിൽവേ നമ്മുടെ പിന്നെ കോഫി ഹൗസിൻ്റെ ഓപ്പോസിറ്റ് വന്ന് റെയിൽവേയിലേക്ക് കടന്ന് ഏതാനും മീറ്ററുകൾ അപ്പുറം പോയി കഴിഞ്ഞാൽ വീണ്ടും അത് കോർപ്പറേഷൻ്റെ പരിധിയിലേക്കല്ലേ പോകുന്നത്. ഇത് പോയി പാർവതി പുത്തനാറിൽ ചേരുന്നത് വരെയും കോർപ്പറേഷൻ്റെ ഭാഗത്തൂടെയല്ലേ കടന്നു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ പല ഉള്ളൂരാറും അതുപോലെ തന്നെ പിന്നെ ആ പ്രദേശത്ത് വരുന്ന പിന്നെ ആറുകളും ഒക്കെ ചേർന്ന് 3 ആറുകൾ ചേർന്നുകൊണ്ടാണ് പിന്നീട് പാർവതി പുത്തനാറിലെ ചേർന്ന് കായലിലേക്ക് പോകുന്നത്. ഏതായാലും ആ രീതിയിൽ ഇത്തരത്തിൽ ഈ ആമിഴഞ്ചാൻ തോടിലെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ഡെഡ് ബോഡി കണ്ടെത്തി, ആ ഡെഡ് ബോഡി കണ്ടെത്തിയ പ്രദേശത്ത് എന്തുമാത്രം മാലിന്യമുണ്ട്? ആ മാലിന്യമൊക്കെ പിന്നെ എന്താ കിടക്കുകയല്ലേ? ഈ പറയുന്ന റെയിൽവേയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രദേശത്തോ? ഇല്ലെന്നേ, ഒഴുകി വന്നൊരു കറുത്തു തുടങ്ങും. അതേനെ, ഈ ഒബ്സർവേറ്ററിയിൽ നിന്ന് വന്നു ഈ റെയിൽവേയുടെ ഇതിലൂടെ പോയി പഴവങ്ങാടിയിലൂടെ വന്ന് തകരപ്പറമ്പ് വഴി വഞ്ചൂരിലൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ പണ്ട് ഈ പിന്നെ ഒബ്സർവേറ്ററിയുടെ അവിടെയുള്ള വാട്ടർ ടാങ്ക് കഴുകാൻ ഉപയോഗിച്ചിരുന്ന വെള്ളമാണ്. അപ്പോൾ രാജാവിൻ്റെ കാലം മുതൽ ഇതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ വഞ്ചൂരിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ചിരുന്നവരുണ്ട്. അത്രയ്ക്ക് കൃത്യമായും തെളിമയാർന്ന വെള്ളമായിരുന്നു നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പേറിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പിന്നെ ആമിഴഞ്ചാൻ തോട് പോകുന്നു. ഞാനിവിടെ മുൻ മേയർ MLA പറഞ്ഞ ആ ഭാഗം ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. വീടാന്തരം കയറി ഇറങ്ങി ആരുടെയൊക്കെ പേരിലായാലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് ചില സംഘടനകൾ. ആ സംഘടനകൾ കൈപ്പറ്റുന്നു എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലൊരു മേയർ തന്നെ, ഒരു MLA തന്നെയാണ്. ശരിയാണ്, അങ്ങനെ കൈപ്പറ്റുന്നുണ്ട്. 400 രൂപ വീതം പ്രതിമാസം വീടുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് 100 വീടുകളിലൊക്കെ, ഒരു 100 വീട്ടിൽ നിന്ന് വാങ്ങിയാൽ ഒരു 10-40,000 രൂപ അവർക്ക് കിട്ടും. അവരത് കൊണ്ടുവന്ന് വേറെ ഏജൻസിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. ഈ ഏജൻസി എങ്ങോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമില്ല. പക്ഷേ ഈ കൊണ്ടുപോകുന്ന മാലിന്യം, ആ മാലിന്യത്തിൻ്റെ 25% മാത്രം ഈ ഏജൻസികൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കി ഇത്തരത്തിലെ പിന്നെ ഓടയുടെ സ്ലാബ് ഇളക്കി അഥവാ അതിൻ്റെ കവറിങ് ഇളക്കിയതിന് ശേഷം ഓടയിൽ രാത്രിയിൽ തള്ളുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ആ ലോബി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പിന്നെ എനിക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. രാജാജി നഗറിൻ്റെ ഭാഗത്തും പനവിള ഭാഗത്തുമൊക്കെ MLAക്ക് പറയാൻ ബുദ്ധിമുട്ടാവും, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ആ പ്രദേശത്തൊക്കെ ടൺ കണക്കിന് മാലിന്യം ഓരോ ദിവസവും ഓടയിലേക്ക് തള്ളുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പരിധിവരെ MLA അംഗീകരിച്ചതിൽ, സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ രീതിയിലേക്കാണോ പോകേണ്ടത്? ഇതിന് നേതൃത്വം നൽകുന്ന ആര്? ഇതൊരു വലിയ സംഘമാണ് ഇതിന്റെ പിന്നിൽ. ആ സംഘത്തിന് നേതൃത്വം നൽകുന്ന ആര്? ഇതിനൊക്കെ ഓമന പേരിട്ട് കൊടുക്കുന്നത് CITUവിന്റെ നേതൃത്വത്തിലുള്ള യൂണിയനുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ആ രീതിയിൽ നഗരത്തെ മാലിന്യം ശരിയാണ്. ശ്രീ VK പ്രശാന്ത്, ഇവിടെ ഓപ്പറേഷൻ അനന്തയുടെ കാര്യം പറയുന്നു ജ്യോതികുമാർ ചാമക്കാല. ഓപ്പറേഷൻ അനന്ത റെയിൽവേ ആക്ടുമായി റെയിൽവേ തടഞ്ഞു എന്നാണ് മന്ത്രി എന്ന് പറഞ്ഞത്. നെഞ്ചിൽ കൈവച്ച് പറയൂ ശ്രീ VK പ്രശാന്ത്, ഓപ്പറേഷൻ അനന്ത തടഞ്ഞത് റെയിൽവേ ആക്ട് കാരണമാണോ? 2, സർ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്ന കാഴ്ച എന്താണ്? തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിൻ്റെ നഗരമധ്യത്തിൽ കൂടി ഒഴുകുന്ന ഒരു തോടിൽ അടിക്കിന് ടൺ കണക്കിന് പലവിധ മാലിന്യങ്ങൾ ഇങ്ങനെ നിരന്നൊഴുകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അത് റെയിൽവേയുടെ ഭാഗത്ത് മാത്രമല്ല, അത് അവിടെ അങ്ങനെ കിടക്കുമ്പോൾ, അത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമ്പോൾ, അത് പരമനാറ്റത്തിന് കാരണമാകുമ്പോൾ നമുക്ക് വിളപ്പിൽ ശാലയില്ല എന്ന് കൈമലർത്താവോ ഒരു സർക്കാർ സംവിധാനം? ശ്രീ VK പ്രശാന്ത്. തീർച്ചയായിട്ടും കൈമലർത്താൻ വേണ്ടി കഴിയില്ല. ഞാൻ നേരത്തെ ഉറവിട മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാഷ്മി തന്നെ പറഞ്ഞത് അതൊരു കാൽപ്പനികമായിട്ടുള്ള സംഗതിയാണെന്നാണ്.
2011 ഈ തിരുവനന്തപുരത്ത് പ്ലാന്റ് ഇല്ലാതാവുന്നത്. അന്ന് തൊട്ട് 2024 വരെ പ്ലാന്റ് ഇല്ലാതെ ഒരു നഗരം മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരം. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഉറവിട മാലിന്യ സംസ്കരണവും ഗ്രീൻ പ്രോട്ടോക്കോളും മറ്റ് ക്യാമ്പയിനുകളും കൃത്യമായി നടത്തി വിജയിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. സാർ, എന്ത് വിജയമാണ്? അത് വിജയമാണെങ്കിൽ കിടക്കോ അടക്കം ഞാൻ കാൽപ്പര്യമാണെന്ന് പറയാനുള്ള കാരണം ഈ ഉറവിട മാലിന്യം അത് പതിയെ മാത്രമേ ഞാൻ 100% പറയുന്നു. അത് പതിയെ മാത്രമേ അത് വിജയിക്കൂ. ശരിയാണ്. അതൊരു പകുതിയെങ്കിലും വിജയിച്ചിരുന്നുവെങ്കിൽ ആമയിഞ്ചാൻ അത്രയും ടൺ സാർ വി കെ പ്രസാദ് ഇന്നലെ റെയിൽവേയുടെ അധീന ഭാഗത്തുനിന്ന് എത്ര ടൺ കോരി മാറ്റി, എന്നിട്ട് ബാക്കി അനന്തകോടി പോലെ കിടക്കല്ലേ അതിനുള്ളിൽ. അനന്തകോടി ഹാഷ്മി, 2011 തിരുവനന്തപുരം നഗരസഭയുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നഗരത്തിന്റെ ഓരോ പാതയോരത്തിലും മാലിന്യ കൂനകളായിരുന്നു. ആ മാലിന്യ കൂനകൾ ഓരോന്നോരോന്നായി മാറ്റി വിവിധ ഗാർഡനുകൾ ഉണ്ടാക്കി, ലാൻഡ്സ്കേപ്പുകൾ ഉണ്ടാക്കി ഈ നഗരത്തിന്റെ അവസ്ഥയെ മാറ്റിയെടുത്തത് വലിയ വലിയ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ട് ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടാണ്. ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതാണ് ഈ ആമയിഴഞ്ചത്തോട്ടിലടക്കം കണ്ടത്. നേരത്തെ ചാമക്കാല അടക്കം സൂചിപ്പിച്ചതുപോലെ നഗരത്തിൽ അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാർ അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ രാത്രിയിൽ ഇത്തരം ഓടകളിലേക്കും കനാലുകളിലേക്കും തള്ളുന്ന ഒരു പ്രശ്നമുണ്ട്. അതടക്കം നമുക്ക് പരിഹരിക്കണം. ഞങ്ങൾ കണ്ട ഒരു കാര്യം എന്താ, ഇത്തരം തൊഴിലാളികളെ അവരെ പട്ടിണിയിലാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പൊ അവരെ പകരം ജോലി കൊടുത്തുകൊണ്ട് അവരെ മറ്റ് മേഖലകളിലേക്ക് മാറ്റിക്കൊണ്ട് ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റണം. അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ട ജനങ്ങളാണ്. ഇപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം കാൽപ്പനികമാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി കഴിയുക? ക്യാമ്പയിന്റെ ഭാഗം കൂടിയാണ്. നിരാശാപൂർവ്വം പറഞ്ഞതാണ്. നമ്മുടെ ആ പദ്ധതി വിജയമാണെങ്കിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ കിടക്കുന്ന മട്ടിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ടൺ കണക്കിന് മാലിന്യം വരുമോ വി കെ പ്രശാന്ത്? ഞാൻ അങ്ങനെ ചെറിഞ്ഞാത്തമ്പിളിനെ കുറച്ച് കാണുന്നതോ അതിന് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നഗരത്തെ ചെറുതായി കാണരുതങ്ങ്. 33 ലക്ഷം ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള 100 വാർഡുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. ഒരു ദിവസം 400 ടൺ മാലിന്യം വിളപ്പിശാല പ്ലാന്റ് ഉണ്ടായിരുന്നപ്പോൾ 44 ലോറികളിലായി ശേഖരിച്ചു കൊണ്ടുപോയ നഗരമാണിത്. നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 2011 മുതൽ 2024 വരെ ഒരു ദിവസം 400 ടൺ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടൺ മാലിന്യമാണ് ഈ നഗരത്തിൽ കുമിഞ്ഞുകൂടേണ്ടത്? ഞാൻ പറയുന്നത് ഇപ്പോൾ ആമയിഴഞ്ചാൻ തോടിൽ അടക്കമുള്ള മാലിന്യങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും. കൃത്യമായിട്ടുള്ള പ്രവർത്തന പരിപാടി നടപ്പാക്കി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്, നഗരസഭ പരിശ്രമിക്കുന്നത്. അതിന് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ കൂടി ജനങ്ങൾക്ക് വിശ്വാസം കൊടുത്ത് ഓരോ വീടുകളിലും ഉണ്ടാകുന്ന 5 പേരുള്ള ഒരു വീട്ടിൽ കൂടിപ്പോയാൽ 150 ഗ്രാമോ 200 ഗ്രാമോ മാലിന്യം ഉണ്ടാകും. ആ മാലിന്യം അവരുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കാൻ കഴിയാത്തവരാണ് 2000, 3000, 10000 ടണ്ണാക്കി കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടി പറയുന്നത്. അതൊരു ഇരട്ടത്താപ്പാണെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഓരോരുത്തർക്കും ഈ കാര്യത്തിൽ പങ്കാളിത്തമുണ്ട്. അവർ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയൂ. കൂട്ടായിട്ടുള്ള പരിശ്രമമാണ്. ഇപ്പൊ റെയിൽവേ ഇറിഗേഷൻ വകുപ്പിനും എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അങ്ങേക്ക് പോകണമെങ്കിൽ അല്പസമയം അങ്ങ് തുടരണം. ധന്യ, ഈ ചർച്ചകൾ, ആർക്ക് ഉത്തരവാദിത്വ തർക്കം, അതിന്റെ ഫിക്സേഷൻ, മാലിന്യ പ്രശ്നം, ഇപ്പൊ വി കെ പ്രശാന്ത് പറയുന്ന ഉറവിടം ഒക്കെ ചർച്ച ചെയ്യണം. പക്ഷേ നോക്കൂ, തോട്ടിപ്പണി നിരോധിച്ചൊരു രാജ്യത്ത്, കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു മദർഷിപ്പ് വന്നാണ് കേട്ടോ എത്ര കണ്ടെയ്നറുകളുമായി. ഒരു സുരക്ഷാ മാസ്ക് ഇല്ലാതെ, ഒരു PPE കിറ്റ് ഇല്ലാതെ, ഒരു റെസ്ക്യൂ ടീം ഇല്ലാതെ ഒരു മനുഷ്യൻ കയ്യിലൊരു നീളം തോട്ടിയുമായി മാലിന്യം കുത്തിക്കളയാൻ ഇറങ്ങി കാല് വഴുതി വീണ് മരിച്ചു. മലമടക്കമുള്ള അഴുക്കിൽ കിടന്ന് മരിച്ചു. ഒരു മനുഷ്യജീവൻ നേരിടാൻ കഴിയുന്ന നിന്ദാവസ്ഥയുടെ പരമാവധിയാണ്. അത് കത്തിച്ചു നിർത്തണ്ടേ? ചർച്ച ചെയ്യണ്ടേ? ധന്യ, ഇവിടെ ചർച്ച ഇത്രയും സമയം തുടങ്ങിയിട്ടും 3 രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാരും അവരെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾക്ക് അതാണ് വലുത്, രാഷ്ട്രീയത്തെ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നവർ ചെയ്യുന്നത്. അവർ ജോയിയുടെ മരണം നിങ്ങൾക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം അവനവൻ്റെ കുടുംബത്തോ ആരും ഈ തോട്ടിപ്പണി എടുക്കാൻ പോകാത്തിടത്തോളം കാലം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും ഈ തോട്ടിപ്പണി എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സോ അതിന് ശേഷം വരുന്ന രോഗങ്ങളോ ജോയി തന്നെ നോക്കി എന്ത് പണിക്ക് പോയി ഒരു അമ്മയും മോനും ജീവിക്കുന്ന ഒരു വീടാണ്, ഒറ്റമുറി വീട്, വെറും ഒറ്റമുറി വീട്. അത് ഏത് നിമിഷവും ഇടിച്ച് പൊളിഞ്ഞ് വീഴാവുന്ന രീതിയിലുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എത്ര സാമൂഹ്യമായിട്ടുള്ള എത്ര മോശം സാമ്പത്തിക സാഹചര്യത്തിലുള്ള ആളുകളാണ് ഇത്തരം പണിക്ക് ഇറങ്ങി വരുന്നതെന്നറിയാമോ? അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രിക്കോഷൻസും കൊടുക്കാതെ നീ വാ, നിനക്ക് 1000 രൂപ അപ്പുറത്ത് കൂലി കിട്ടുവാണെങ്കിൽ 1500 രൂപ ഇപ്പുറത്ത് ഈ മല എടുക്കുമ്പോൾ നിനക്ക് ഇത്രയും കിട്ടുമെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് പണിയെടുപ്പിച്ച് അവനെ കൊന്നുകളയുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ജോയിൻ്റെ പേര് ഇവിടെ സംസാരിക്കുന്നില്ല. ഇത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണോ, ഇത് കോർപ്പറേഷൻ്റെ ചുമതലയാണോ, ഇത് റെയിൽവേയുടെ ചുമതലയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതല്ല, നിങ്ങൾ ആദ്യം ജോയിന് നിങ്ങൾ
ജോയിനെ സ്മരിക്കൂ. ജോയ് എങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലാതായി, ഒരു അമ്മയുടെ ആശ്രയം ഇല്ലാതായി, ഒരാളെ പെട്ടെന്ന് കൊലയ്ക്ക് കൊടുത്തു. അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇവിടെ ഏറ്റവും നല്ലൊരു ജനാധിപത്യ സർക്കാരോ ജനാധിപത്യ രാജ്യമോ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ മെഷീനറീസ് ഉപയോഗിക്കുക, ലെസ് മാൻ പവർ ഉപയോഗിക്കുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടോ? ആ ലെസ് മാൻ പവറിലേക്ക് ഇപ്പോഴും നഗരസഭയിൽ നമ്മൾ രാവിലെ എണീച്ച് ട്രിവാൻഡ്രം സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ്, ഇപ്പോഴും ആ കൈവരി പോലത്തെ ഉന്തുവണ്ടിയിൽ ആൾക്കാർ ഒരു കയ്യറ ഇട്ട് അവിടുത്തെ തുപ്പിയതും വിസർജ്യങ്ങളും എല്ലാം കൈകൊണ്ടെടുത്ത് ഉന്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ കുടുംബത്തിലെ ഒരുത്തനും ഒരുത്തിയും അവിടെ പണിയെടുക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആർക്കും ഇതൊരു വിഷയമല്ല. നിങ്ങൾ ഇപ്പോഴും സമ്പത്ത് ഇവിടുത്തെ നോക്കിക്കോ, ഇവിടുത്തെ സവർണനായിരിക്കും കരാറുകാരൻ. ആ കരാറ് കിട്ടിയവൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റ് ആയിരിക്കും. അവനല്ലാതെ ഇവിടുത്തെ കരാറുകാർക്ക് ഇവിടെ അങ്ങനെ പണി കിട്ടൂല. ഇവർക്കൊക്കെ കൃത്യമായിട്ട് പങ്ക് പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആ കരാറുകാരന് വർക്ക് കിട്ടും. അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉള്ള കരാറുകാരനായതുകൊണ്ട് ഈ ജോയി എങ്ങനെ പോയാലും മരിച്ചാലും അവൻ നാളെ സംരക്ഷിക്കപ്പെടുന്നുള്ളതുകൊണ്ട് ഓരോ എൻക്വയറി അങ്ങോട്ടേക്ക് പോകത്തില്ല. വി കെ പ്രശാന്ത്, പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഒരു മനുഷ്യൻ പരമനിന്ദ്യാവസ്ഥയിൽ മരിച്ചുപോയി എന്നുള്ളത് കാലാകാലങ്ങളിലേക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ ഫിക്സേഷൻ ചർച്ചകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിനെ നീട്ടേണ്ട ദൃശ്യങ്ങളല്ലേ അത്, വി കെ പ്രശാന്ത്? തീർച്ചയായിട്ടും ജോയിയുടെ ഞാനത് ഒരു രക്തസാക്ഷിത്വമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ജോയിയുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടത്തെ നികത്താൻ നമുക്കാർക്കും കഴിയില്ല. പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് കാണണം. ഇപ്പോൾ ജോയിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ജോയിയെ അറിയില്ല, അവരെല്ലാം വന്ന് നിൽക്കുകയാണ്. ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ധന്യ ആ നിലയിൽ കാണണം. നമ്മളൊരു പൊതുസമൂഹത്തിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണ് ജോയി ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണണം. നേരത്തെ പറഞ്ഞല്ലോ, ഈ സിസ്റ്റം ഉപയോഗിക്കേണ്ടത്. ജോയിക്ക് ഒരു വീട് നേരത്തെ എന്തുകൊണ്ട് കിട്ടിയില്ല? ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നിങ്ങൾ ലൈഫ് പദ്ധതി കൊടുക്കുന്നു. ആർക്കാണ് ലൈഫ് പദ്ധതി കിട്ടുന്നത്? ഇത് മനുഷ്യന് ഇവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും വേണം. പക്ഷെ അതിന് മുമ്പായിട്ട് എന്താണ് വേണ്ടത്? മനുഷ്യന് കയറി കിടക്കാൻ ഇടമാണ് വേണ്ടത്. ഇന്നും അത് കേരളം എത്ര മുന്നോട്ട് പോയിട്ടും ഇപ്പോഴും നമ്മൾ ഭൂമിയില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, വിഭവങ്ങളിൽ അധികാരമില്ലാത്ത, ഇങ്ങനെ സാമ്പത്തികം ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് മാത്രം ഇവിടെ ഹീനമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു. അതാണ് നമ്മൾ കേരളം എത്ര മുമ്പോട്ട് പോയി, എന്തെല്ലാം സാങ്കേതിക കാര്യങ്ങൾ, എത്ര വികസനം ഉണ്ടായി. ശരിയാണ്, സർക്കാർ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അടിസ്ഥാന തലത്തിലെ ആൾക്കാർക്ക് ഇന്നും കയറിക്കിടക്കാൻ ഇടവില്ല. നിങ്ങൾ എത്ര ലൈഫ് പദ്ധതി കൊണ്ടുവന്നിട്ട് ഇവിടെ തികയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ വീടുകൾ കൊണ്ട് മനുഷ്യന് വൃത്തിയായിട്ട് താമസിക്കാനുള്ള ഒരു സ്പേസ് പോലും. ധന്യ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഏറ്റവും നന്നായി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ കേരളം. നിങ്ങൾ നോക്കിയേ, ഈ വിഭാഗത്തിൽ അടക്കം പെടുന്ന നിരവധി ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലും നല്ല സാമൂഹ്യ സാഹചര്യവും കിട്ടിയിട്ടുള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. 2025 എത്തുമ്പോൾ പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്ന ഒരു നാടല്ലേ നമ്മുടെ നാട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല പരിശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ധന്യ മറന്നു പോകരുത് ആ കാര്യം. കേരളം ആ കാര്യത്തിൽ നാടിന് മാതൃകയായിട്ടുള്ള, ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വിജയിപ്പിച്ച നാടാണ്. ഇപ്പോൾ മാനുവൽ സ്കാവെഞ്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ ആദ്യം നിരോധിച്ചത് നമ്മളാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ വീണ്ടും വരേണ്ടി വരുന്നത് നമ്മുടെ ദുര്യോഗമാണ്. ഇപ്പോൾ റോബോട്ടിക് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ അതെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായ ആൾക്കാരെ മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ കൂടി നടത്തി വരിക. ധന്യ പറഞ്ഞ ആ സ്പിരിറ്റിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. പരിശ്രമമാണ് ഇവിടെ ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടത്. എങ്ങനെയാണ് ആമയിഴഞ്ചാം തോട്ടിലെ ആ മാലിന്യങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട പണികൾ ഓപ്പറേഷൻ അനന്ത അടക്കം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഉറവിട മാലിന്യം, ശരി, നമുക്ക് ഉറവിട മാലിന്യത്തിൽ ശക്തം മുന്നോട്ട് പോകാം. പക്ഷെ മന്ത്രി പറയുമ്പോൾ 6 മാസം കൊണ്ട് എങ്ങനെ നടക്കും സാർ ഉറവിട മാലിന്യം ആമയിഴഞ്ചാം തോടിനെ ക്ലീൻ ആക്കൽ? അല്ല, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ തീരാവുന്ന ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 2011 നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രയത്നമാണ് ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഈ കാര്യത്തിൽ കൈകോർക്കുമ്പോൾ മാത്രമേ ഈ ഉദ്യമം വിജയിക്കുകയുള്ളൂ. അതിന് ഒരുപാട് കടമകളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈകോർക്കണം, എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൈകോർക്കണം, എല്ലാ മാധ്യമങ്ങളും കൈകോർക്കണം. അങ്ങനെ ഒരു പരസ്പരം കോൺഫിഡൻസ് ഉണ്ടാക്കി മാലിന്യ പ്രശ്നത്തെ പരിഹരിക്കാനാവുന്ന ഒരു നിലയിലേക്ക്
ഈ ജോയിയുടെ ദാരുണമായിട്ടുള്ള സംഭവം നിദാനമായി തീരട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അല്ല വി കെ പ്രസാദ് ഒറ്റ കാര്യം കൂടി ഇതിനെ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ഐഡിയലി ഇങ്ങനെ പറയാം, ഐഡിയലി എല്ലാവരും കയ്യേർത്ത് നിൽക്കണമെന്നൊക്കെ നമ്മൾ പറയും, നമ്മൾ പറഞ്ഞവരാണ്, നമ്മൾ പ്രാവർത്തികമാക്കിയവരാണ്, ശരിയാണ്. പക്ഷേ ഇവിടെ ഗുരുതരമായ ഏകോപനപ്പിഴ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, നഗരസഭ, ആ ഏജൻസി, ഈ ഏജൻസി, ശുചിത്വ മിഷൻ എന്നൊക്കെ ഇങ്ങനെ പല വഴിക്ക് ചെതറിക്കിടക്കലാണ്. അതിനെ ഏകോപിപ്പിച്ച് ഇപ്പോൾ റെയിൽവേ, അതിനെ ഇപ്പോൾ റെയിൽവേ പണിയെടുക്കുന്നില്ലെങ്കിൽ പണിയെടുപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകണം. ആ ഏകോപനത്തിന്റെ ഒരു അഭാവം ഉണ്ടാവുന്നുണ്ടോ സർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും, ശ്രീ വി കെ പ്രശാന്ത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കോർഡിനേഷന്റെ ഒരു പ്രശ്നമാണ്. നേരത്തെ ശ്രീ ചാമക്കാല പറഞ്ഞതുപോലെ ഓപ്പറേഷൻ അനന്ത് നടക്കുമ്പോൾ ജിജി തോംസൺ റെയിൽവേ ബോർഡ് ചെയർമാനുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് ആ റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്ത് ഓപ്പറേഷൻ അനന്ത് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുവാദം നേരിട്ട് വാങ്ങാൻ വേണ്ടി തയ്യാറായത്. രണ്ടാമത് എൻ്റെ സമയത്തും വലിയ പ്രഷർ നടത്തി നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് ആണ് ആ പണി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് കൊടുത്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ, എം പിമാരും എം എൽ എമാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയ വിജയം നേടാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു കോർഡിനേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എല്ലാവരും ചേർന്ന് നടത്തേണ്ടത്. മാലിന്യം ഒരാളുടെ മാത്രം വകയില്ല. ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വീടുകളിൽ നിന്നും എല്ലാ മനുഷ്യരുടെയും വീടുകളിൽ നിന്നും ഉണ്ടാകുന്ന ഒന്നാണ്. മനുഷ്യർ ഉള്ളിടത്തോളം കാലം മാലിന്യം ഉണ്ടാകും. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ തക്ക നിലയിലുള്ള ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം. അതിന് ആണ് എല്ലാവരുടെയും സഹായം വേണ്ടത്. നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്തത്. നഗരസഭയ്ക്കും പങ്കുണ്ട്, തീർച്ചയായിട്ടും നഗരസഭയ്ക്കും പങ്കുണ്ട്. ആ പങ്കും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നഗരസഭ ഈ കാര്യങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാകണം. പൊതുസമൂഹം നഗരസഭയുമായി യോജിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും. ശിവരാജ് ഗോകുൽ, ഇവിടെ ജൂലൈ 6, 2024 ഹൈക്കോടതി പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? കേരള ഹൈക്കോടതി സെഡ് ദാറ്റ് ദ റെയിൽവേസ് വിൽ ഹാവ് ടു ബി റിഗാർഡ് ആസ് എ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആസ് മോസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ട്രാക്ക് സീംസ് ടു ബി ഫ്രം ദ ട്രെയിൻസ് എന്ന് പറയുകയാണ്. ഇന്നലെ നമ്മുടെ ഈ പറയുന്ന പരിശോധനാ ക്യാമറകൾ അതിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അവിടെ ഈ കക്കൂസിൽ നിന്നുള്ള പൈപ്പ് അങ്ങോട്ടേക്ക് തുറന്ന് അമേധ്യം ഒഴുകുന്ന ദൃശ്യങ്ങൾ ലൈവായി പ്രേക്ഷകർ കണ്ടതാണ്. ഞങ്ങൾക്ക് കുറ്റമില്ല, ഞങ്ങൾക്ക് വേസ്റ്റ് ഞങ്ങളുടെ ഇല്ല, ഞങ്ങളുടെ വേസ്റ്റ് ഞങ്ങൾ എവിടെ കൊണ്ട് കളയുന്നു എന്ന് പറയാൻ പറ്റുമോ? റെയിൽവേക്കും തുല്യമല്ലെങ്കിൽ കൂടിയും കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് യുവരാജ്. അല്ല ഹാഷ്മി, ഇതിനകത്ത് ഞാൻ റെയിൽവേയിൽ വളരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നതനുസരിച്ചിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഇന്ത്യയിൽ മുഴുവൻ ഒരൊറ്റ പോളിസിയാണ് ഉള്ളത് എല്ലാ വിഷയത്തിലും എന്നുള്ളതാണ്. അവർ ഏത് വിഷയം എടുത്തിരുന്നാലും ശരി തന്നെയാണ്, അവർക്ക് ഒരേ പോളിസി തന്നെയാണ് അവർ ഇന്ത്യ മുഴുവൻ പിന്തുടരുന്നത്. അപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനായാലും കൊല്ലം റെയിൽവേ സ്റ്റേഷനായാലും ഇനി തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്ന പേട്ട റെയിൽവേ സ്റ്റേഷനായിരുന്നാലും എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് അവർ പോളിസി പിന്തുടർന്ന് പോകുന്നത്. ഖരമാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് അവർ വളരെ കൃത്യമായിട്ട് പദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, ഖരമാലിന്യങ്ങൾ ഞങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിക്കൊണ്ട് കളയുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ചുറ്റും ഇത്രയും ക്യാമറ ഇല്ലേ, ഇത്രയും ബൾക്കായിട്ടുള്ള വേസ്റ്റ് മുഴുവനും ട്രെയിനിൽ നിന്ന് മുഴുവനും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാണാമല്ലോ. ജസ്റ്റ് മറുപടി ഈ ചോദ്യത്തിന് മാത്രം മറുപടിയിലേക്ക് കൂടി ഞങ്ങളിലേക്ക് എത്തും. ശ്രീ വി കെ പ്രശാന്ത്, റെയിൽവേ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാൻ എല്ലാവിധ അതിപ്പോൾ യുവരാജ് പറയുന്നതല്ല, ഇന്നലെ ADRM പറഞ്ഞതാണ്. DRM അത്ര ഉറപ്പിച്ച് പറഞ്ഞില്ല. കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട്. കോടതി പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? അമിക്കസ് ക്യൂറെ വിടും. അമിക്കസ് ക്യൂറിയുടെ ചിലവ് 1.5 ലക്ഷമാണ്. 50,000 രൂപ റെയിൽവേ ഇടണം, 50,000 രൂപ നഗരസഭ ഇടണം, 50,000 രൂപ സർക്കാർ ഇടണം. അപ്പോൾ കോടതി പറയുന്നുണ്ട് 3 പേർക്കും തുല്യ പങ്കാണ് ഇക്കാര്യത്തിൽ. വി കെ? തീർച്ചയായിട്ടും തുല്യ പങ്കാളിത്തം തന്നെയാണുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ആക്ട് അനുസരിച്ച് തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾ പരിപാലിക്കാനും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനും ഒക്കെയുള്ള ഉത്തരവാദിത്വം റെയിൽവേ ആക്ട് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേണം അവരിത് ചെയ്യേണ്ടത്. നഗരസഭയുടെ ആമയിഴഞ്ചാൻ തോടിലൂടെ ഒഴുകി വരുന്ന ഒരു മാലിന്യവും അങ്ങോട്ടേക്ക് നിങ്ങൾ കടത്തണ്ട. അവിടെ നെറ്റ് സ്ഥാപിച്ച് മുഴുവൻ മാലിന്യം അവിടെ ബ്ലോക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാലിന്യം വരാതിരിക്കുക, അതായത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മാലിന്യം വരാതിരിക്കാനുള്ള ജാഗ്രത എടുത്താൽ തന്നെ പകുതി പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ആ നിലയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ ഓരോ ട്രെയിനുകൾ വരുമ്പോഴും ലക്ഷക്കണക്കിന് ബോട്ടിലുകൾ, പാക്കറ്റ് ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ ബാക്കി പദാർത്ഥങ്ങൾ ഇതെല്ലാം വരികയാണ്. അപ്പോൾ ഈ ആഹാരം എന്താ ചെയ്യുന്നത്? അവരൊരു കരാറുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കരാറുകാരൻ ഇതിൽ മൂല്യമുള്ള പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകും. ബാക്കി മാലിന്യങ്ങൾ എവിടെയാണ് പോകുന്നത്? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്ത് ആ കാർ പാർക്കിംഗ് മേഖലയിൽ ഒരു ഇൻസിനേറ്റർ മാത്രമാണ് റെയിൽവേയുടെ മാലിന്യ സംസ്കരണ സംവിധാനമായി അവിടെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമല്ലേ അത്?
അപ്പോൾ അത്തരം സംവിധാനങ്ങൾ റെയിൽവേ അവരുടെ കോമ്പൗണ്ടിനകത്ത് സ്ഥാപിക്കാൻ, ഇത് ശേഖരിച്ചു വെക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അതിനാവശ്യമായിട്ടുള്ള സഹായവും നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നഗരസഭയുടെ മെഷീനറിയോ മറ്റു കാര്യങ്ങളോ വാഹനങ്ങളോ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് റെയിൽവേയെ ശത്രുവശത്ത് നിർത്തുക എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നഗരസഭയുമായി കൈകോർത്തുകൊണ്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ തയ്യാറാകണം. അതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശരി, താങ്ക് യു ശ്രീ MLA ശിവരാജ് ഗോകുൽ. ഇന്നലെ ADRM എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ വന്നു പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ഒരു കത്ത് നൽകിയിട്ടില്ല. വന്നു, ഒന്നിനു പിന്നാലെ 3 കത്ത് വന്നു. അതിനുശേഷം DRM വന്നു. DRM ആണ് കുറച്ചുകൂടി പക്വമായി കാര്യങ്ങൾ പറയുന്നത്. ഈ ദുരന്തമുണ്ടായ മണിക്കൂറിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ദക്ഷിണ റെയിൽവേയുടെ വാർത്താ വാറോല വരുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല ജോയിയെ, എല്ലാം നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുകയാണ്. സർ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, നിങ്ങൾ BJP എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കേന്ദ്രമന്ത്രിയോട് പറയണം, ഇവിടുത്തെ റെയിൽവേ ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി, അവരുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ശ്രീ VK പ്രശാന്ത് ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെയിൽവേ സ്വന്തം, എനിക്കിപ്പോൾ ഇതിനകത്ത് റെയിൽവേ ന്യായീകരിക്കേണ്ടതോ റെയിൽവേ ഉദ്യോഗസ്ഥരെ ഡിഫെൻഡ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം ഡിവിഷനിലിരിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ യൂണിയനിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ പോയി ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത എനിക്കില്ല, BJP കാരനായിട്ടുള്ള എനിക്കില്ല. പക്ഷേ എൻ്റെ ലോജിക്കിന് ഡൈജസ്റ്റ് ആകാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. കാരണം റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിൽ അവിടെ വരുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. നമ്മൾ തന്നെ പലപ്പോഴും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, അവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എങ്ങും തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുകളിലും നമ്മൾ കാണുന്നില്ല. ജനങ്ങൾ കൃത്യമായിട്ട് ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് അല്ല മറ്റേ മാലിന്യങ്ങളായിരുന്നാലും ശരി തന്നെയാണ് ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത്. നമ്മൾ ഡെയിലി ട്രെയിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, നമുക്കറിയാമല്ലോ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം. പിന്നെ ആരാണ് ഇതിനെ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ട് ആമേഴഞ്ചാം തോട്ടിലേക്ക് തട്ടുന്നത്? അപ്പോൾ ഈ റെയിൽവേയിൽ അവിടെ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ പരിഹരിച്ചു കഴിഞ്ഞാൽ 50% പ്രശ്നം പരിഹരിക്കുന്ന, പകുതി പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 170 മീറ്ററോ മറ്റോ ആണ് ഈ. ഞാൻ നേരത്തെ കോടതി ഞാൻ സമ്മതിക്കുന്നു ഹാഷ്മി, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ആ കോടതി നിരീക്ഷണം കണ്ടിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോടതിയുടെ നിരീക്ഷണം കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ മുമ്പ് പറഞ്ഞത് ഞാൻ കേട്ടു. സ്വാഭാവികമായിട്ട് ഈ റെയിൽവേ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യർ തന്നെയല്ലേ, നമ്മൾ പോകുന്നത് തന്നെയല്ലേ. സ്വാഭാവികമായിട്ട് അവിടെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, അതിനകത്ത് വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ വേസ്റ്റ് സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുഴുവനും അവർക്ക് പദ്ധതികളും ഉണ്ട്, അവരത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? ശരി, ഈ റെയിൽവേയുടെ ആ 170 മീറ്റർ അങ്ങ് വിട്ടേക്കൂ. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നീന്തിയിട്ട് വേണം നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിനും റെയിൽവേ ആണോ ഉത്തരവാദി? തൊട്ടടുത്തിരിക്കുന്ന KSRTC ബസ് ടെർമിനലിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നീന്തിയിട്ട് വേണം തിരുവനന്തപുരത്ത് കയറാൻ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ. അതിനും റെയിൽവേ ആണോ ഉത്തരവാദി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഇതിന്റെ ചുറ്റും സൃഷ്ടിച്ചു വെച്ചിട്ട് ഇനി എല്ലാം പോട്ടെ, ഈ ബോഡി എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? ജോയി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ബോഡി എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇവര് മുഴുവനും സമയവും റെയിൽവേയുടെ തലയിലേക്ക് കുറ്റം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടിയിൽ മാത്രമല്ല തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങോട്ടേക്കോ പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായോ? ഈ ബോഡി ഇവിടെ നിന്ന് ഒഴുകി 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ മാലിന്യ കൂമ്പാരങ്ങളൊന്നും ഇതിന്റെ അടിയിലായിരുന്നില്ല, ഒഴുകി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന് തന്നെയല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ഒരിക്കലും ധരിച്ചിരുന്നു. ലൈവായി കണ്ട ദൃശ്യങ്ങളാണ്. ലാസ്റ്റ് ഇപ്പൊ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന റോബോട്ട് സംവിധാനം കൊണ്ടുവന്ന് എത്ര ഫലപ്രദമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഈ ആദ്യ മനുഷ്യശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചാക്കിൽ കൊണ്ട് കെട്ടിയിട്ടേക്കാണ് മാലിന്യം. സർ, ചാക്കിൽ കെട്ട് കണക്കിന് അട്ട് കണക്കിന് ബെഡും മനുഷ്യ വേസ്റ്റും എല്ലാം കൂടെ ഉറങ്ങി പാറ പോലെ കിടക്കുകയാണ് അവിടെ. മാറ്റേണ്ടത് ആരാണ്? റെയിൽവേയാണ് മാറ്റേണ്ടത്. പറഞ്ഞത്. പക്ഷെ ഇത് എവിടുന്നാ വന്ന് കിടക്കുന്നത്? ഇത് എവിടുന്നാ വന്ന് അങ്ങനെ ഹാഷ്മി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, റെയിൽവേയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കലാണ് പണി. അല്ലാണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ 12 കിലോമീറ്ററിൽ ഒഴുകി ഇവിടെ എത്തുന്നു, ഇതുവഴി ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് നഗരസഭയ്ക്ക് ക്ലീൻ ചിറ്റ് മേടിച്ചു കൊടുക്കലല്ലോ റെയിൽവേയുടെ പണി. റെയിൽവേ കോടതികൾ പറഞ്ഞത് ഇത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ ഞാൻ അംഗീകരിക്കുന്നു. കോടതി പറഞ്ഞു റെയിൽവേ അധീനതയിലുള്ള മാലിന്യങ്ങൾ നിങ്ങൾ മാറ്റ് എന്നാ കോടതി പറഞ്ഞത്. ഈ ബ്ലെയിം ഗെയിം നിർത്തിയിട്ട് അങ്ങനെ പറഞ്ഞത് കോടതി. റെയിൽവേ സ്വന്തമായി ഹാഷ്മി റെയിൽവേ ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതിന്റെ 100% ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. അതില്ല എന്ന് ആരും പറയുന്നില്ല. റെയിൽവേക്ക് അകത്തുള്ള ഉദ്യോഗസ്ഥർക്ക് 100% അതിനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്.
പക്ഷേ ഈ ഉറഞ്ഞുകൂടി അവിടെ ഇപ്പൊ ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ പാറ പോലെ ഉറഞ്ഞുകൂടി കിടക്കുന്ന ഈ പറയുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഈ 10-12 കിലോമീറ്ററിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളാണ്. ഇത് മാറ്റേണ്ടുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ഇതിന് ആരാണ് ഇവിടെ ടാക്സ് മേടിക്കുന്നത്? റെയിൽവേ ആണോ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് ടാക്സ് പിരിക്കുന്നത്? അല്ലല്ലോ. ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പൈസ മേടിക്കുന്ന ആരാ? റെയിൽവേ ആണോ മേടിക്കുന്നത്? അല്ലല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയല്ലേ മേടിക്കുന്നത്. ഇപ്പോ കൊച്ചി കോർപ്പറേഷനിൽ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനാണ്, അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന എറണാകുളം റെയിൽവേ സ്റ്റേഷൻ അധികൃതർക്കല്ല. കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഓടുന്ന ഒരു സംവിധാനമാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളിലും ഇറങ്ങി ക്ലീൻ ചെയ്യലല്ലോ റെയിൽവേയുടെ പണി എന്ന് പറയുന്നത്. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്നത് റെയിൽവേയുടെ പണിയാണെന്ന് കോടതി പറയുകയാണെന്നേ. അത് ഉറപ്പിക്കാൻ അമിക്കസ് ക്യൂറി വരികയാണെന്ന്. ഞാൻ എത്താം. ഹാഷ്മി, റെയിൽവേ സ്വന്തമായി ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മാലിന്യങ്ങള് സംസ്കരിക്കേണ്ടുന്നതിൻ്റെതായ ബാധ്യത തീർച്ചയായിട്ടും റെയിൽവേയുടെ അധീനതയിൽ നിൽക്കുന്ന കാലങ്ങൾക്കും. ഹാഷ്മി ഇപ്പൊ ഒരു മറുപടി കൊടുത്താൽ കൊള്ളാം. തന്നെ മറുപടി കൊടുത്തോളൂ. അതിനോടൊപ്പം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ഒരു സുരക്ഷാകർമ്മികൾ ഒരു പാവം മനുഷ്യർ ഇറങ്ങി പണിയെടുക്കേണ്ട ഗതികേട് അതല്ല. നമ്മളവിടെ കണ്ടതാണ് ഫയർഫോഴ്സിലെ പാവം കുറച്ച് ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്ന പണി എന്താണ്? അവരുടെ പണി രക്ഷാപ്രവർത്തനമാണ്. അവിടെ അവർ ചെയ്തത് മാലിന്യം മാറ്റലാണ്. അത് തലസ്ഥാന നഗരിയിൽ നമ്മൾ അവരെ സല്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കാഴ്ച ഉണ്ടാക്കിയ നാണക്കേട് നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ പറയുന്ന എൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ പറയുന്ന ജോയിയെ ഏതെങ്കിലും കാലത്ത് മലയാളിക്ക് മറക്കാൻ പറ്റുമോ? ജോയിയൊക്കെ ഇപ്പം കുറച്ച് മലയാളികൾ ഓർത്തിരിക്കും. കാരണം ഈ ഒരു പെയിൻ മനസ്സിലായിട്ടില്ല. അല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സമ്പന്നരോ ഒന്നും ജോയി ഓർക്കേണ്ട കാര്യമില്ല. ഇതിൽ നേരത്തെ യുവരാജ് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ റെയിൽവേ ആണ്. അവരിപ്പോഴും ടോയ്ലറ്റ് വേസ്റ്റ് ഇപ്പോഴും പരസ്യമായിട്ട് അന്നും ഇന്നും ഒരേ സിസ്റ്റം, ട്രാക്കിലിടുന്ന ആ സിസ്റ്റം തന്നെയാണല്ലോ അവർക്കുള്ളത്. അത് ക്ലീൻ ചെയ്യാൻ ഒരു മറ്റ് സംവിധാനങ്ങൾ ഇന്നേ വരെ റെയിൽവേക്ക് ഉണ്ടായിട്ടില്ല. എവിടെ അത് വീഴുന്നോ അവിടെ തന്നെ പോയി മനുഷ്യരെ കൈകൊണ്ട് അവിടെ വീണ വേസ്റ്റും പേപ്പറും മനുഷ്യരെ കൈകൊണ്ട് എടുക്കുന്ന ദൃശ്യം ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. അല്ലല്ല, നോക്കാനുള്ള മര്യാദ ഇല്ല എന്നല്ല. ഇന്ന് ഒരു വർഷം ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നത് നമ്മൾ ഈ ജോയിയെ തപ്പിയ ടണലിനകത്തൊരു പൈപ്പ് നമ്മൾ കണ്ടു. ആ പൈപ്പ് കക്കൂസിന്റെ പൈപ്പാണ്. നമ്മൾ ഈ ടണലിനടിയിൽ ഒരു പൈപ്പ് കണ്ടു. കക്കൂസിന്റെ പൈപ്പാണ്. അടപ്പ് പോലും ഇല്ല, തുറന്നു വെച്ചേക്കായിരുന്നു അകത്തോട്ട്. ഇവിടുത്തെ പ്രശ്നം ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ട്രെയിനുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മാലിന്യം കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അത് വൃത്തിയാക്കാത്തത് ഈ ഭരണകൂടത്തിന്റെ മെന്റാലിറ്റിയാണ്. ആ മാലിന്യം ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്ന ആ ടോയ്ലറ്റ് വേസ്റ്റ് പോകുന്നത് അത് ഭരണകൂടത്തിന്റെ മെന്റാലിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാ. അതായത് നിങ്ങൾക്കത് പൊള്ളത്തില്ല, ഞങ്ങൾക്കത് പൊള്ളും. ഇവിടുത്തെ സാധാരണക്കാരനും സമ്പത്തില്ലാത്തവനും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും കൈകൊണ്ട് ഈ വേസ്റ്റ് എടുത്ത് അവൻ തന്നെ ആ നാറുന്ന ടോയ്ലറ്റിന്റെ ആ വെള്ളം ഞങ്ങള് ഉള്ള കാര്യം പറയാനാണ്. എനിക്കറിയില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങൾ പറയുന്ന മാനസിക ഒരു വർഷം പിന്നെ 100-ൽ പരം സ്വീവേജ് തൊഴിലാളികൾ ഇവിടെ മരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നാളും 6 വർഷം മുന്നെയാണ് ആറ്റുകാലില് 3 പട്ടികജാതി വിഭാഗത്തിലുള്ള ആൾക്കാരാണ് സ്വീവേജിൽ ഇറങ്ങിയിട്ട് മരണപ്പെട്ടത്. ഇവിടെ മരിക്കുന്നതിൽ ഇവിടെ ഇപ്പൊ അടിസ്ഥാന വിഭാഗത്തിലെ ആൾക്കാരാണ്. ഇവിടുത്തെ ഒരു സവർണനോ ഒരു ബ്രാഹ്മണനോ ഒരു നായരോ ഇവിടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനോ ഒരു മുസ്ലിമോ പോയി ഈ സ്വീവേജിൽ ഇറങ്ങിയിട്ട് അങ്ങനെ എപ്പോഴെപ്പോഴും മരിക്കുന്നില്ല. ഇവിടെ ഈ തൊഴിൽ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. ഇവിടെ സർക്കാർ EWS കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് ഈ മാലിന്യം കോരുന്ന ആൾക്കാർക്കിടയിൽ നിങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക സംവരണത്തിന്റെ ആൾക്കാരെ നിങ്ങൾ അതിൽ വെക്കുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലുള്ള ജോലിക്ക് മാത്രം EWS മതിയോ? അപ്പൊ കൊല ചെയ്യപ്പെടാനും
പിന്നെ അട്ടപ്പാടിയിൽ 169 ശിശുക്കൾ മരിച്ച പോലെ ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ ആൾക്കാർ മാത്രം ഇങ്ങനെ ചത്തൊടുങ്ങിയാൽ മതിയോ? ധന്യ പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ എത്താം. ജ്യോതികുമാർ ചാമക്കാല, കോടതി പറയുകയാണ് അമിക്കസ് ക്യൂറി അങ്ങോട്ടേക്ക് വരും. അമിക്കസ് ക്യൂറി നഗരസഭയും സർക്കാരും റെയിൽവേയും തുല്യമായ ചെലവ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന തീയതിക്ക് മുമ്പ് ഇട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ കോടതി തന്നെ ഫിക്സ് ചെയ്യുകയാണ് ഉത്തരവാദിത്തം. 3 പേർക്കും തുല്യ ഉത്തരവാദിത്തമാണെന്ന് കോടതി തന്നെ പറയുകയാണ്. ഇതേതെങ്കിലും നഗരസഭയുടെയോ സർക്കാരിൻ്റെയോ മാത്രം കുറ്റമല്ലെന്ന് കോടതി പറയുമ്പോൾ റെയിൽവേയുടെ പങ്ക് കാണാതിരിക്കണോ? ജ്യോതികുമാർ ചാമക്കാല. നോക്കൂ, ഈ വിഷയം ഉണ്ടാകുന്നത് അഥവാ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനിടയായത് ജോയി എന്ന ഒരു മനുഷ്യൻ അവിടെ റെയിൽവേയുടെ കോൺട്രാക്ടർ, റെയിൽവേയുടെ ഈ ക്ലീനിങ്ങിന് കോൺട്രാക്ട് എടുത്തിരുന്നയാൾ അദ്ദേഹത്തെ ദിവസക്കൂലിക്ക് വരുത്തി അദ്ദേഹത്തെ അതിലിറക്കിയപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ട്രെയിനിങ്ങും കിട്ടിയിരുന്നില്ല. അദ്ദേഹത്തിന് ഒഴുക്കിൽപ്പെട്ടപ്പോഴാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തെ കാണാതായ ആ നിമിഷം മുതൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് എല്ലാ ചാനലിലും ആൾമോസ്റ്റ് ഈ 10-40 മണിക്കൂറിലധികം ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു തർക്കവും വേണ്ട. ഇതുകൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി തന്നെ നേരിട്ട് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇടപെട്ടിരുന്ന പിന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൽപ്പെട്ട സ്കൂബ ടീമിനെ ഉൾപ്പെടെ ഹൈക്കോടതി ജഡ്ജി ശ്രീ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉൾപ്പെടെ അനുമോദിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ജോയി എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായി ആരെല്ലാം ഈ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ജോയി ജീവനോടെ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. ഒരിക്കലെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ കരുതിയിട്ടുള്ളവരാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അവിടെ നമ്മൾ പരസ്പരം പിന്നെ ജാതിയോ വർഗമോ മതമോ ഒന്നും ഏറ്റെടുത്തിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഏർപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അപകടം പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തെ ജീവനോടെ തിരിച്ചെത്തിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഉണ്ടാകണം എന്ന് എല്ലാവരും കരുതിയിട്ടുണ്ട്. മനുഷ്യത്വമുള്ള എല്ലാവരും കരുതിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ കോടതി ഇടപെട്ടു. ഇന്നിപ്പോൾ കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ അമിക്കസ് ക്യൂറിയെ നേരത്തെ തന്നെ മറ്റൊരു വിഷയത്തിൽ ഇടപെടുത്തിയിട്ടുള്ള അമിക്കസ് ക്യൂറിയെ തന്നെ ഇവിടത്തേക്ക് വിടുന്നു. ആ അമിക്കസ് ക്യൂറിയോട് ഇത്തരം കാര്യങ്ങൾ താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചെലവ് വഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെയും പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളെക്കുറിച്ച് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടി പരിശോധിക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട നടപടികൾ കൃത്യമായി മുന്നോട്ട് പോയിരുന്നതെങ്കിൽ അത് ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. നമുക്ക് അത് ഏറ്റവും നന്നായി സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ MLA ആണ്. അദ്ദേഹം ചർച്ച നടത്തി പോകുന്നതിന് മുമ്പ് തന്നെ പ്രശാന്ത് പറഞ്ഞു ഇത്തരത്തിൽ ജിജി തോംസൺ അദ്ദേഹം കൃത്യമായി റെയിൽവേയുമായി ഇടപെട്ട് അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. അദ്ദേഹം മേയറായിരുന്നപ്പോൾ നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം അതിന് വേണ്ട ഇടപെടൽ നടത്തി വിജയിച്ചു. അവിടെയാണ് പ്രശ്നം. ഇവിടെയും റെയിൽവേക്ക് കത്ത് കൊടുത്തതിന് ശേഷവും നടപടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ അത് സർക്കാർ ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റേ ഇന്നലെ അവിടെ എം പിയുടെ അല്ലെങ്കിൽ അനന്ത ഇപ്പോഴും അങ്ങനെ അജ്ഞാതമായി നിൽപ്പാണ്. ഇപ്പോൾ ഇന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നത് റെയിൽവേ ആക്ട് വെച്ച് റെയിൽവേ അള്ളു വെച്ചു എന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യം അതാണോ ജ്യോതികുമാർ ചാമക്കാല? യാഥാർത്ഥ്യം അതാണോ ജ്യോതികുമാർ ചാമക്കാല? റെയിൽവേ ഇത് ആരോടാ എം പി രാജേഷ് പാലക്കാട് നിന്ന് വന്നതുകൊണ്ടാകാം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇവിടെ തിരുവനന്തപുരം നഗരത്തുള്ള മുഴുവൻ ആളുകൾക്കറിയാം അന്ന് ഈ ഓപ്പറേഷൻ അനന്തയുമായി മുന്നോട്ട് പോയപ്പോൾ ജിജി തോംസണും അന്നത്തെ കളക്ടർ ബിജു പ്രഭാകരും ഒക്കെ നേരിട്ടുള്ള പ്രതിസന്ധി, എതിർപ്പ്, ആ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മാഞ്ഞാലിക്കുളം റോഡിലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലുമൊക്കെ നടത്തിയിട്ടുള്ള അവരുടെ ഇടപെടലുകളെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഒരു തർക്കവും വേണ്ട. ആ ഓപ്പറേഷൻ അനന്ത സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നഗരപ്രദേശങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഉൾപ്പെടെ ഒഴിവാക്കാമായിരുന്നു. ഈ മാലിന്യങ്ങളൊന്നും ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ പിന്നെ ഗോകുൽ സംസാരിക്കുന്നത് റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി അല്ലെങ്കിൽ റെയിൽവേയുടെ PRO പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ വസ്തുതാപരമായ കാര്യങ്ങൾ കണ്ടേ. റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഴ്ചയുണ്ടെന്ന് പറയണ്ടേ? ശരിയാണ്, 170, 160, 116 അല്ലെങ്കിൽ 105 അല്ലെങ്കിൽ 100 മീറ്റർ, ആ മീറ്ററാണ് റെയിൽവേക്ക്. അങ്ങനെയാണെങ്കിൽ റെയിൽവേക്ക് അത് പിന്നെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അല്ലെങ്കിൽ റെയിൽവേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ ഇത്തരത്തിലൊരു കത്ത് കൊടുക്കേണ്ട സാഹചര്യം, നഗരസഭയ്ക്ക് കത്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ടോ? അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ പോരെ? അപ്പോൾ അങ്ങനെയല്ല, നമ്മളിതിനെ പോസിറ്റീവായി തന്നെ കാണണം. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ തിരുവനന്തപുരം നഗരത്തിലായാലും പ്രധാനപ്പെട്ട കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ സ്കൂട്ടറിലായാലും കാറിലായാലും കൂടെ ഒരു പൊതിയുമുണ്ട്. ആ
ആ പൊതി ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ തലേന്നത്തെ വേസ്റ്റും കെട്ടിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. ഏത് ഒഴിഞ്ഞ പറമ്പുണ്ടോ അങ്ങോട്ട് കളയുക, അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ ഏതെങ്കിലും റോഡിലേക്ക് വലിച്ചെറിയുക. അത് നമ്മുടെ സാധാരണക്കാരുടെ ഒരു ജീവിതചര്യയായി മാറിയിരിക്കുന്നു. അത് മാറ്റപ്പെടേണ്ടതാണ്. അപ്പോൾ താഴെ മുതൽ മുകൾ വരെ ഇതിനെ സംബന്ധിച്ച് കൃത്യതയും വ്യക്തതയും ഉണ്ടായാൽ മാത്രമേ ഇത് കഴിയുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത്രയും വലിയ നഗരത്തിൽ, തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. അതിന് സംവിധാനം ഉണ്ടായേ മതിയാകൂ എന്ന് തെളിയിക്കുന്ന ഒരു അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത്. തകരപ്പറമ്പിനോട് ചേർന്നുള്ള ആമയിഴഞ്ചാൻ തോടിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ തകരപ്പറമ്പിൽ റോഡിലൂടെ, ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ സൈഡിലൂടെ നമുക്ക് നടന്നു പോകാൻ കഴിയുമോ? നമുക്ക് ആ തോട്ടിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കിയാൽ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, അവിടുത്തെ സാഹചര്യം നമുക്ക് ബോധ്യപ്പെടില്ലേ? ആ സൈഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയില്ല. ഇത് ഇങ്ങോട്ട് വരുമ്പോഴോ തിരിച്ചു വരുമ്പോഴത്തേക്കും മഞ്ചൂർ, ഉപ്പടാമൂട് പാലം കഴിഞ്ഞ് മഞ്ചൂരിലേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ കൃത്യമായി സ്ലാബ് ഇട്ട് അത് റോഡാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ എന്തുമാത്രം റോഡെന്ന് പറഞ്ഞാൽ 1-2 ഈ പറയുന്ന 100-150 മീറ്റർ അല്ല, അത് ഉപ്പടമൂട് പാലം കഴിഞ്ഞപ്പോൾ മുതൽ, റെയിൽവേയുടെ ഭാഗം കഴിയുമ്പോൾ മുതൽ റോഡിന്റെ വീതി കൂട്ടിയിട്ടുണ്ട്. ശരിയാണ്, റോഡിന് വീതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനടിയിലൂടെ അവിടെ മാലിന്യം നമുക്ക് ആർക്കും ഇവിടെ റെയിൽവേക്കെതിരെ ഇനി നഗരസഭ എടുക്കാൻ പോകുന്ന നടപടി എന്താണ്? ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇപ്പോ നഗരസഭ അടിയന്തരമായി റെയിൽവേക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ആ നോട്ടീസിന്റെ ഭാഗമായി ഇപ്പോ ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിൽ ADRM പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാ സംവിധാനവും ഉണ്ട് എന്നാണ് അവർ സൂചിപ്പിച്ചത്. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം അവർക്കുള്ള ജൈവ അജൈവ അതുപോലെ തന്നെ ഈ STP സംവിധാനം അടക്കമുള്ളതുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അത്തരം ഈ ലിക്വിഡ് വേസ്റ്റ് അടക്കം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ അത് നഗരസഭയെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ. നേരത്തെ കൊടുത്ത 3-4 നോട്ടീസുകൾക്ക് ഒരു മറുപടി തരാതിരുന്ന, മൈൻഡ് ചെയ്തിരുന്ന റെയിൽവേ ഇപ്പൊ കൊടുക്കുന്ന നോട്ടീസിന് മറുപടി തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കർശനമായി അവരെ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ മറ്റ് തുടർന്നുള്ള ലീഗൽ ആക്ഷനിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഇന്നലെ ഈ വിഷയത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരം DRM എന്നെ നേരിട്ട് കാണുന്ന സമയത്ത് നഗരസഭയുടെ സഹായം ആവശ്യമാണ് എന്ന് ഈ വിഷയത്തിന് ശേഷം എന്നോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇത് മുൻകൂട്ടി നിങ്ങൾ പറയേണ്ട കാര്യമാണ്. നമുക്ക് എന്ത് വിഷയം ആണെങ്കിലും സർക്കാർ തലത്തിലും നഗരസഭാ തലത്തിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാമായിരുന്നു, ഇങ്ങനൊരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോ അതിനുശേഷം ഇന്ന് എല്ലാവരും നമുക്കറിയാം, ഇന്ന് നഗരസഭാ ജീവനക്കാരും ഞങ്ങൾ എല്ലാവരും ഈ ക്രിമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോഡി കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളിലായിരുന്നത് കൊണ്ട് തന്നെ നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ റെയിൽവേക്കെതിരെ ആ നീക്കങ്ങൾ ഉറപ്പായി നടത്തണം. പക്ഷേ റെയിൽവേയുടെ ആകെ ഇപ്പുറം 117 മീറ്റർ, പരമാവധി 200 മീറ്റർ ആണ്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അതിനപ്പുറവും ഇപ്പുറവും കേരളം കാണുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലെ ടൺ കണക്കിന് അഴുകിയൊഴുകുന്ന കറുത്തൊഴുകുന്ന മാലിന്യമാണ്. അത് നീക്കാൻ നഗരസഭയുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്താകും വരും ദിവസങ്ങളിൽ? അതുകൂടി പറയണമല്ലോ നമ്മൾ. അതെ, പറയാം. അതില് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേജർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നഗരസഭ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ 17 ഇടങ്ങളിൽ, ഈ ആമയിഴഞ്ചാൻ തോട് ഒഴുകിപ്പോകുന്ന 17 ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഫിഷർ സ്ഥാപിച്ചുകൊണ്ട് മാലിന്യം ട്രാപ്പ് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ഫിഷറിന്റെ ഭാഗത്താണ് ഇന്ന് നമുക്ക് ഈ ബോഡി കിട്ടുന്ന സാഹചര്യം. അതായത് മാലിന്യം ട്രാപ്പ് ചെയ്ത് കൂടുതൽ ഒഴുകിപ്പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ആ പ്രദേശങ്ങളിൽ നിന്ന്, ഈ 17 ഇടങ്ങളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ നഗരസഭ അത് കളക്ട് ചെയ്ത് വള്ളക്കടവുള്ള ഒരു പ്ലോട്ടിലിട്ട് അതിന്റെ സെഗ്രിഗേഷൻ നടത്തി കൃത്യമായി ഇതിന്റെ സംസ്കരണ രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇന്ന് കോടതി സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശേഖരിക്കുന്ന ഈ വേസ്റ്റ്, കരാറുകാർ ശേഖരിക്കുന്ന ഈ വേസ്റ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ധാരണയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി മേയർക്കുണ്ടോ? കോടതിക്ക് കൊടുക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും ഇപ്പോ എന്നെ വക്കീൽ വിളിച്ചിരുന്നു. നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. അതെല്ലാം ഷെയർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നഗരസഭ ചെയ്തിട്ടുണ്ട്. അല്ല, കോടതിയിലല്ല, മേയർക്ക് അറിവുണ്ടോ ഇതെങ്ങോട്ടേക്കാണ് ഈ വേസ്റ്റ് ഇവർ കൊണ്ടുപോയി ഇടുന്നതെന്ന് മേയർക്ക് അറിവുണ്ടോ? ആർക്കെങ്കിലും അറിവുണ്ടോ? അതെ, ഞാൻ പറയാം. ഇതിൽ ഇപ്പോ നഗരസഭ ജൈവ മാലിന്യങ്ങൾ കൊടുക്കുന്ന, അതായത് ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊടുക്കുന്ന ഏജൻസികൾ കൃത്യമായി നഗരസഭയുമായി കരാർ എത്തുന്ന സമയത്ത് നഗരസഭയുടെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവരുടെ സംവിധാനം പരിശോധിച്ചതിന് ശേഷം, കൗൺസിലർമാരടങ്ങുന്ന സംഘം പരിശോധിച്ചതിന് ശേഷമാണ് ആ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അതിൽ ക്ലീൻ കേരള കമ്പനി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് നഗരസഭ കരാറിൽ ഏർപ്പെടുന്നത്.
അപ്പോൾ അതിനനുസരിച്ചു കൊണ്ടുള്ള ഒരു കരാർ വ്യവസ്ഥയാണ് നഗരസഭയും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ഘട്ടത്തിലൊന്നും നമുക്ക് നമ്മുടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന അത്തരം മാലിന്യങ്ങൾ, ഈ കമ്പനികൾ എടുത്തുകൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയം നമ്മുടെ മുന്നിലില്ല. കൃത്യമായി എങ്ങനെയാണെന്ന് യാമേഴിഞ്ഞതോട് ഇത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നത്? നമുക്ക് വിളപ്പിൽശാലയില്ല, സത്യമാണ്. എങ്കിൽ കൂടിയും നമ്മുടെ മാലിന്യം ഈ പറയുന്ന മട്ടിൽ കരാറുകാർ കൃത്യമായ കാര്യങ്ങൾ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടൺ കണക്കിന് മാലിന്യം ഈ തോട്ടിലേക്ക് ഇങ്ങനെ എത്തുന്നത്? വേറെ നമ്മളെ മാലിന്യം വലിച്ചെറിയാൻ പാടില്ല എന്ന പൊതു സന്ദേശം കൊടുക്കണം എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. അതൊരു പൊതുബോധമായി നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇപ്പോ ഇത്തരം സംസ്കരണ രീതികൾ, ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ 100 വാർഡിലും ഹരിതകർമ്മസേന അടക്കം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. അതിൽ ഇന്ന് തന്നെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഹരിതകർമ്മസേനയുടെ ഈ കവറേജ് നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചു. അതായത് കൂടുതൽ മാലിന്യം പൊതുനിരത്തിൽ വരാതെ തന്നെ കളക്ട് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് മാലിന്യം കൈമാറാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് തോടിലേക്ക് വലിച്ചെറിയുന്നുണ്ട് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. മാലിന്യം വലിച്ചെറിയുന്ന ഓരോ വ്യക്തിയും അത് തിരുത്തണം എന്നുള്ള സന്ദേശമായിരിക്കും. അങ്ങനെ തിരുത്താൻ തയ്യാറല്ലാത്ത മനുഷ്യർ എൻഫോഴ്സ് ചെയ്യേണ്ടത് നഗരസഭയിൽ നമ്മളും ഒക്കെയാണ്. ക്യാമറകളുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആരാ കൊണ്ടിടുന്നതെന്ന്. ശക്തമായ എൻഫോഴ്സ്മെന്റ് നടത്തുന്നുണ്ട്, അതിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നുണ്ട് കർശനം. ഇപ്പോൾ അമെന്റ്മെന്റ് കൂടി വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടിയ തുക തന്നെ ഈടാക്കിക്കൊണ്ട് ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആക്ഷൻ പ്ലാൻ അടക്കം തയ്യാറാക്കി വരുന്ന ദിവസങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നഗരസഭ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. ശരി, നന്ദി ശ്രീമതി ആര്യ രാജേന്ദ്രൻ. ശിവരാജ് ഗോകുൽ, ഇവിടെ റെയിൽവേ ആണ്, റെയിൽവേയുടെ കരാറാണ്, റെയിൽവേയുടെ കരാറുകാരനാണ് ഇയാളെ ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഇല്ലാതെ ഇറക്കി വിട്ടെന്ന ഒരു തർക്കം വേണ്ടല്ലോ. യുവരാജ് ഗോകുൽ, ഈ കരാറുകാരനെതിരെ ഇങ്ങനെ നിരുത്തരവാദപരമായ കരാർ നൽകിയ റെയിൽവേ ഉദ്യോഗസ്ഥനുണ്ടാവില്ലേ, ആ ഉദ്യോഗസ്ഥനെതിരെ, മേൽനോട്ടം നൽകാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് കേരള BJP കൂടെ ആവശ്യപ്പെടേണ്ട കേന്ദ്രത്തിലേക്ക്? യുവരാജ് ഗോകുൽ. അല്ല, അതെന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നുണ്ടാവും. അതിനകത്തായിട്ട് സംശയമൊന്നും വിചാരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ പറഞ്ഞു എന്താണ്, ഞാൻ റെയിൽവേയുടെ PR ഏറ്റെടുത്തിരിക്കുന്ന പോലെ. എനിക്ക് റെയിൽവേയുടെ PR ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് സമയത്ത് എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ ഹാഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു ജോയിയെ പോലെ ഒരാളെ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ആ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കരാർ കൊടുത്ത ആൾക്കാരുടെ ഭാഗത്ത്, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു വീഴ്ചയാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ധന്യരാമൻ എന്തടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത്. അതൊക്കെ ആയിരുന്നു പണ്ട്, ഇപ്പോൾ അല്ല. ഇപ്പോൾ കേരളത്തിൽ, നമ്മൾ ഇന്ത്യയിൽ മൊത്തം വിടും, കേരളത്തിൽ ഓടുന്ന ഏത് ട്രെയിനിൽ നിന്നാണ് പണ്ടത്തേതുപോലെ ടോയ്ലറ്റ് വേസ്റ്റ് ഓപ്പണായിട്ട് പാളങ്ങളിലേക്ക് തുറന്നു വിടുന്നതെന്ന് ഒരു ട്രെയിനിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. പിന്നെ ഹാഷ്മി പറഞ്ഞതുപോലെ ജൂൺ 6, 2024 കോടതി വിധിയിൽ ട്രെയിനിനകത്ത് നിന്ന് വരുന്ന ഈ പറയുന്ന ടോയ്ലറ്റ് വേസ്റ്റോ ഹ്യൂമൻ വേസ്റ്റിനോ അല്ലാത്ത അത്തരം വേസ്റ്റുകളെ കുറിച്ചിട്ടല്ല പറയുന്നത്. നമ്മളിപ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് കുടിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഈ വസ്തുക്കൾ വലിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തിനെ അങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. 2, 10 പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്ന പദവി കൊടുക്കുമോ ഹൈക്കോടതി റെയിൽവേക്ക്? ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആവുകയല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരാണ് ഈ പറയുന്ന വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഈ പറയുന്ന കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പിയായിരുന്നാലും ശരി, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതായിരുന്നാലും ശരി, അകത്തെ സംവിധാനങ്ങൾ വെച്ചിരുന്നാൽ പോലും അതിൻ്റെ അകത്ത് കൊണ്ടിടാൻ തയ്യാറാകുന്നില്ല എന്ന ആൾക്കാർ നമ്മൾ തന്നെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ. സ്വാഭാവികമായിട്ട് വലിച്ചെറിയുമ്പോൾ അതിനെയാണ് ആ കോടതി വിധി ഹാഷ്മി എടുത്തെന്ന് വായിച്ചു നോക്കുന്നത്. ആ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 വശത്തേക്ക് മാലിന്യങ്ങൾ അകത്ത് നിന്ന് ആൾക്കാർ വലിച്ചെറിയുന്നു. ഇതിനെയാണ് ബൾക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് റെയിൽവേ സ്വന്തമായിട്ട് വേറൊരു തരത്തിൽ ഈ പറയുന്ന വേസ്റ്റ് ക്രിയേറ്റ്
ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ആ കോടതി വിധിയുണ്ട്. ഹാഷ്മി അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം കൂടിയുണ്ട്. 5-ാം തീയതി ജനുവരി മാസം 2022 ജനുവരിയിൽ 5-ാം തീയതി ആന്റണി രാജുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആമയിഴഞ്ചാം തോടിന്റെ 2ാം ഘട്ട നവീകരണ പ്രദേശങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയോടൊപ്പം സന്ദർശിച്ചു. വഞ്ചിയൂർ മുതൽ പാറ്റൂർ വരെയുള്ള 700 മീറ്റർ 24 കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയെന്ന് 2022 നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ 2.5 വർഷം പിന്നിട്ട് കഴിഞ്ഞു. എന്തായി പുരോഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് താങ്കൾ പറഞ്ഞ വിഷയത്തിലടക്കം ചർച്ചകൾ നടക്കട്ടെ, ചർച്ചകൾ പൂർണ്ണമായി നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ, നമ്മുടെ കൺമുന്നിൽ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ ഒരു പരമാസാധു മനുഷ്യൻ, ഒരു അത്താഴപ്പട്ടിണിക്കാരൻ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ അഴുക്കിൽ പൂണ്ട് മരിച്ചുപോയി നമ്മുടെ കേരളത്തിലാണ്. അത് നമ്മൾ മറന്നുകൂടാ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.